പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ യേശുവിനെ ലോകരക്ഷകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി, അവനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലതുകരം ഉയർത്തി ചുറ്റുമുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി ശാലോം ടെലിവിഷനിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, ശാലോം ടെലിവിഷൻ്റെ ശുശ്രൂഷകരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി ചുറ്റുമുള്ള 50,000 മുതൽ 5,00,000 പേരെ വരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലം ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം, യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ കൈയടിച്ച് സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആരാധനയോടൊപ്പം വചനപ്രഘോഷണ ശുശ്രൂഷയും നമ്മൾ പരികർമ്മം ചെയ്യുകയാണ്. എന്താണ് വചനപ്രഘോഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ വചനം
നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ രക്ഷ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദൈവവചനം പങ്കുവെക്കുന്ന ശുശ്രൂഷയാണ് വചനപ്രഘോഷണവും. അതോടൊപ്പം ദൈവം വാരിക്കോരി ചൊരിയുന്ന രോഗശാന്തി ആത്മാഭിഷേക കൃപകളും. ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ വചനം മാംസമായ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുവിനെയാണ് ജനകോടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കുമ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മിലെ തിന്മ നീങ്ങിപ്പോകുന്നു. നമ്മിലെ പാപവാസനകൾ പിഴുതെറിയപ്പെടുന്നു. തിരു രക്തത്താൽ നാം കഴുകപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15:3 നാം ഇപ്രകാരം വായിക്കുന്നു. യേശു അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം നിമിത്തം, നിങ്ങൾ സ്വീകരിക്കുന്ന വചനം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നവീകരണം വന്നുകൊണ്ടിരിക്കുന്നു, വിശുദ്ധീകരണം വന്നുകൊണ്ടിരിക്കുന്നു, ആത്മീയ രൂപാന്തരീകരണം വന്നുകൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നാം ഇപ്രകാരം വായിക്കുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം പങ്കുവെച്ചുള്ള ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ചിലരുടെ നട്ടെല്ലിൻ്റെ ഭാഗത്തുള്ള കുത്തിയുള്ള വേദന സുഖപ്പെടുന്നതായിട്ട് ഒരു സന്ദേശത്തിലൂടെ കർത്താവ് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്ത സ്നേഹമായ പരമ നന്മ സ്വരൂപിയായ യാതൊരു തിന്മയും ഇല്ലാത്തവനായ സ്വാർത്ഥത ഇല്ലാത്തവനായ ദൈവത്തിൻ്റെ വചനം, അനന്ത സ്നേഹമായ ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്നേഹവിരുദ്ധമായിട്ടുള്ളതെല്ലാം നമ്മിൽ നിന്ന് പിഴുതെറിഞ്ഞ് ദൂരെ കളയണം. വാശി, നിർബന്ധ ബുദ്ധി, വൈരാഗ്യം, പിണക്കം, ഹൃദയകാഠിന്യം, കരുണയില്ലായ്മ, ക്രൂരത, നീചത, നികൃഷ്ടത, ഇതെല്ലാം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകണം. പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. പാപത്തോട് നാം വിട പറയണം. വിഷപ്പാമ്പിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് നമ്മൾ ഓടിയകലണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 21:1 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. വിഷപ്പാമ്പിനെ കാണുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ ഓടി അകലും. വിഷപ്പാമ്പ് കാണാൻ കൗതുകമുള്ളതാണെങ്കിലും അതിനെ കെട്ടിപ്പിടിക്കാറില്ല. പാപത്തെ കെട്ടിപ്പിടിക്കരുത്, പാപത്തിൻ്റെ അടിമയാകരുത്, പാപസന്തോഷങ്ങളുടെ പിന്നാലെ പോകരുത്. പാപത്തെ വെറുത്തുപേക്ഷിക്കണം, പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. ക്ഷമിക്കുന്ന സ്നേഹത്തോടെ നമ്മളെ വേദനിപ്പിച്ച എല്ലാവരോടും നാം പാപക്ഷമ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. വലതുകരം ഉയർത്തി ജീവിതത്തിൽ എന്നെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതുന്ന എല്ലാവരോടും യേശു തമ്പുരാനെ പ്രതി കാൽവരി കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി മരിച്ച, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച,
ശത്രുക്കളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ, ഇവർക്ക് വേണ്ടിയുള്ള ശിക്ഷ കാൽവരി കുരിശിൽ ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു, ഇവരെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മെ വേദനിപ്പിച്ചു എന്ന് നാം കരുതുന്ന എല്ലാവരോടും ക്ഷമിക്കുക. ഇപ്രകാരം പ്രാർത്ഥിക്കുക: പിതാവേ, എന്നെ വേദനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്ന എല്ലാവരോടും പരിപൂർണമായി ഞാൻ ക്ഷമിക്കുന്നു. അങ്ങ് അവരെ ശിക്ഷിക്കാതെ ശിക്ഷ എടുത്തു മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങായി എന്നെ വേദനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ഏറ്റവും നല്ലവരാക്കണമേ. എന്നെയും അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുവാൻ ശക്തി, തകർച്ചകളിൽ നിരാശപ്പെടാതെ പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ശക്തി തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോഴും ദൈവം അയച്ച തൻ്റെ ഏകപുത്രനായ യേശുവിൻ്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും വർഷിക്കാറുണ്ട്. ചിലർക്ക് തുടർച്ചയായിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്ന ജലദോഷം കർത്താവ് എടുത്തു മാറ്റുന്നതായി ഒരു സന്ദേശം നൽകുന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രാർത്ഥനാ പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ധാരാളം സ്തുതിപ്പ് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്ത് തരാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് നമ്മൾ ആവർത്തിച്ചേറ്റു പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? പൈശാചിക പീഡ നമ്മെ വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപക്ഷമ പിതാവ് വർഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1:21 നാം വായിക്കുന്നു, അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിലൂടെ നുഴഞ്ഞു കയറിയ, നമ്മുടെ ഉള്ളിൽ വാസമുറപ്പിച്ച പൈശാചിക പീഡകളും
നമ്മൾ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്ന പാപബന്ധനങ്ങൾ ഉണ്ടാക്കുന്ന, ദുശീലങ്ങൾക്ക് അടിമയാക്കുന്ന, വാശി വൈരാഗ്യങ്ങൾക്ക് നമ്മെ അടിമയാക്കുന്ന പൈശാചിക പീഡകൾ നമ്മെ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇവിടെ വന്നപ്പോൾ മനസ്സിൽ കഠിനമായ ദുഃഖമുണ്ടായിരുന്നു, ദുഃഖഭാരമുണ്ടായിരുന്നു. ഹെവിനെസ് ഓഫ് മൈൻഡ്, തലയ്ക്ക് ഭാരം, ദുഃഖഭാരം, മനസ്സ് നിറച്ച് ഇരുട്ട്, അന്ധകാരം, ഇങ്ങനെയുണ്ടായിരുന്ന ഏതാനും പേരുടെ ദുഃഖഭാരം ഇതിനകം വിട്ടുപോകുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഓർത്തോർത്തുള്ള ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം, ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റേതല്ല. നമ്മുടെ ശത്രുവായ സാത്താൻ കുത്തിവെക്കുന്ന ദുർചിന്തകളിലൂടെ കടന്നു വരാനിടയുള്ള മറ്റ് പാപ അടിമത്തങ്ങളും ബന്ധനങ്ങളുമാണ്. ദുഃഖചിന്ത പരിശുദ്ധാത്മാവ് തരില്ല. കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഭയചിന്ത പരിശുദ്ധാത്മാവ് തരില്ല. 365 പ്രാവശ്യം ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. 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 നിങ്ങളിൽ ചിലര് വീട്ടിൽ നിന്ന് വന്നപ്പോൾ നടുവിന് വേദന, തണ്ടലിൽ കുത്തുന്നത് പോലുള്ള വേദന ഒക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് കൈപൊക്കുകയും, തണ്ടല് വേദന, തണ്ടലിൽ കുത്തുന്നത് പോലുള്ള വേദനയൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. അവരൊന്ന് കുനിഞ്ഞ് നിവർന്ന് നോക്കിക്കേ. ആ നടുവേദന കുറയുന്നുണ്ടോ, മാറിയോ എന്നൊന്ന് നോക്കിക്കേ. നന്നായിട്ട് കുനിഞ്ഞ് നിവർന്ന് നോക്കുക. വലത്തേക്കും ഇടത്തേക്കൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുക. ആർക്കെങ്കിലും അവരുടെ തണ്ടൽ വേദന കുറഞ്ഞു അല്ലെങ്കിൽ മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കുക. ആർക്കെങ്കിലും തങ്ങളുടെ തണ്ടൽ വേദന കുറഞ്ഞു, മാറി എന്ന് തോന്നുന്നൊരു മുൻവശത്തേക്കൊന്ന് വരിക, മുൻവശത്തേക്കൊന്ന് വരിക, മുൻവശത്തേക്കൊന്ന് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇങ്ങോട്ട് കയറി വരാമെങ്കിലും ഒന്ന് കയറി പോരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പേരെന്താണ്? ജോസഫ്. എത്ര നാളായിട്ടുള്ള നടുവേദനയാണ്? 15 കൊല്ലം. ഇന്നും വേദന ഉണ്ടായിരുന്നു? ഇന്നും വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? ഇപ്പോഴില്ല. 15 കൊല്ലമായി ഒന്ന് കുനിഞ്ഞ് നിവർന്നിക്കേ. കുനിഞ്ഞ് നിവർന്നേ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ ഒരിക്കൽ കൂടെ. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പേരെന്താണ്? ബ്രിജീത്ത. എത്ര കൊല്ലമായി നടുവേദനയാണ്? 10-20 കൊല്ലം കഴിഞ്ഞു. ഇപ്പം മാറിയോ? ഉപ്പ് മാറി. ഒന്ന് കുനിഞ്ഞ് കാണിച്ചേ. കുനിഞ്ഞ് നിവർന്നേ. നടുവേദന ഉണ്ടോ? ഇല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 മത്തായിയുടെ സുവിശേഷം 8:16 എല്ലാവരും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. മത്തായി 8:16 ഉറക്കെ പറഞ്ഞേ. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വചനപ്രഘോഷണം കൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം, രോഗശാന്തി, ആന്തരിക സൗഖ്യം, പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതൽ, ഇവയെല്ലാം ദൈവം നൽകുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽ മുട്ടുവേദന ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നവർ കൈപൊക്കുകയെ. കാൽ മുട്ടുവേദന. അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. കാൽ മുട്ട് ഒന്ന് അനക്കി നോക്കിക്കേ.
കാൽമുട്ട് അനക്കി നോക്കിക്കേ. വന്നപ്പോൾ ഉണ്ടായിരുന്ന വേദന ഇതിനകം വിട്ടുപോയി എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. സുഖപ്പെട്ടു എന്ന് തോന്നുന്നവര് മുൻവശത്തേക്ക് വന്നേ. വളരെ വേഗം വാ. പേര്? അഞ്ചാറ് മാസമായിട്ടുള്ളൂ. ഇപ്പം മാറിയോ? മാറി. 5-6 മാസമായ കാൽമുട്ട് വേദന സുഖപ്പെട്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അൽഫോൻസ. 10 കൊല്ലമായിട്ടുണ്ട്. ഇപ്പൊ കുറഞ്ഞു, മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കൈകൾ ഉയർത്തുക. നമുക്ക് മാത്രം വേണ്ടി പ്രാർത്ഥിക്കാനല്ല നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമുക്ക് ചുറ്റുമുള്ള 10,000-ങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും നമ്മളിൽ നിന്ന് ഉയരണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തിലും പരസ്നേഹത്തിലും വളരുന്നതിൻ്റെ അടയാളമാണ്. ദൈവം അതാണ് നമ്മളിൽ നോക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന സെൽഫ് സെൻറ്റേർഡ് ആൻഡ് സെൽഫിഷ്, സ്വാർത്ഥ കേന്ദ്രീകൃതമാണോ, അതെയോ അനേകായിരങ്ങളെ സ്നേഹിച്ചുകൊണ്ടും അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഉള്ള പ്രാർത്ഥനയാണോ എന്ന് ദൈവം നോക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇതാ കൂടുതൽ പേർക്ക് ആത്മാഭിഷേകവും ശാരീരിക രോഗശാന്തിയും മറ്റ് അത്ഭുതങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. 2 കൈകളും ഉയർത്തി. നമുക്ക് ചുറ്റുമുള്ള 1000, 10,000 എന്നൊരു നമ്പറുണ്ട്. സാവുൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെ കൊന്നു എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ 1000-ങ്ങളെ 10,000-ങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, യേശുവിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഇതാണ് നിരന്തരം എന്നോണം നമ്മിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. എൻ ജീവൻ